തുണി നാലായി ഇങ്ങനെ നാലായി മടക്കിയിടുക കേട്ടോ. ഞാൻ ആദ്യം വരച്ച് വെച്ചതാണ്. വീണ്ടും അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. 20 ഇഞ്ച് ഇറക്കമാണ്. 4 ഇഞ്ച് മടക്കിയിട്ടിട്ട് 20 ഇഞ്ച് ഇറക്കത്തിന് മാർക്ക് ചെയ്തിടുക. ഇറക്കം ഇനി ഒരു 2 ഇഞ്ച് കഴുത്തകലം മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് കഴുത്തിറക്കം മടങ്ങി ഭാഗത്ത് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് 5 ഇഞ്ചാണ് ഷോൾഡർ. ആ 5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് 5 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്യുക. കൈക്കുഴിക്ക് കർവ് വരയ്ക്കണ്ട. എന്നിട്ട് നമ്മൾ കഴുത്തിന് താഴെയായിട്ട് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. പിന്നെ 4 ഇഞ്ച്, പിന്നെ ഒരു 5 ഇഞ്ചും അടയാളപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കൈക്കുഴിയുടെ ആ മൂലയ്ക്ക് എത്തണം കേട്ടോ. എന്നിട്ട് നമുക്കൊരു കർവായിട്ട് അതിനെ ഇങ്ങനെ വരച്ചിടാം. കണ്ടോ? ഇനി നമുക്ക് ചെസ്റ്റ് 6 ഇഞ്ചാണ്. 6 ഇഞ്ചും 1.5 ഇഞ്ച് നമുക്ക് സീം അലവൻസ്. ഇനി നമുക്ക് 6 ഇഞ്ചാണ് ഷേപ്പ് വരുന്നത്. 1.5 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തു. ചെരിച്ച് തുണിയുടെ ഉള്ള വട്ടത്തിലേക്ക് വരച്ചിട്ടു. എന്നിട്ട് അവിടെ നിന്നൊരു 2 ഇഞ്ച് താഴെ നിന്ന് 2 ഇഞ്ച് നീങ്ങിയിട്ടാണ് നമ്മൾ കർവ് വരച്ച് എടുക്കുന്നത്. ഉണ്ടാവും ഇങ്ങനെ 2 ഇഞ്ച് കർവ് വരച്ച് 2 ഇഞ്ച് കർവ് വരച്ച് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അടിഭാഗം അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഇത് നമ്മൾ കഴുത്ത് കട്ട് ചെയ്യുക. ആ കർവ് വരച്ചതുണ്ടല്ലോ കൈക്കുഴിയിലേക്ക് അതും കട്ട് ചെയ്ത് അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു. ഇനി നമുക്കിതിന് ബെൽറ്റ് കഴുത്തിന് കോളർ വയ്ക്കണം. കോളറിന് നമ്മൾ ഇതിൻ്റെ കഴുത്തിൻ്റെ അളവ് എടുക്കാം. നമുക്കതിൻ്റെ റൗണ്ട് എടുക്കുമ്പോൾ ഒരു 2.5 ഇഞ്ചാണ് വരുന്നത് കണ്ടോ. അപ്പോൾ നമുക്കൊരു 2, 2, 5 ഇഞ്ച് 5, 5, 10 ഇഞ്ച് നീളത്തിൽ ക്യാൻവാസ് എടുക്കണം. അതിന് തുണി എടുക്കുന്നത് ഒരു 12 ഇഞ്ച് നീളത്തിൽ 2 ഇഞ്ച് വീതിയിൽ 2 പീസ് തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 2 മടക്കാണത്. തുണി 2 മടക്കുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് അത് ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കാം. ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് കഴുത്ത് അടിക്കാനായിട്ട്, കോളർ അടിക്കാനായിട്ട് കേട്ടോ. ഹൈനെക്ക് കോളറാണ്. 2 ഭാഗത്തേക്കും കൂടി ഈ തുണി മതിയാവും. ഇനി നമുക്ക് ബാക്കിൽ സിബ് വയ്ക്കാനായിട്ട് കുറച്ച് ഓപ്പൺ ഉണ്ടാക്കുക. ഓപ്പൺ എടുക്കണ്ട. ഓപ്പൺ ഇട്ടു. ഇനി അതിൻ്റെ ഓപ്പൺ നമുക്ക് അടിച്ച് മറിക്കണം. അതിനൊരു പീസ് തുണി നമുക്കെടുക്കാം. 2 ഇഞ്ച് വീതിയിൽ ഒരു പീസ് തുണി എടുത്ത് അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യാം. അതിൻ്റെ നീളത്തിൽ നമ്മൾ ഓപ്പൺ ഇട്ടില്ലേ അതിൻ്റെ നീളത്തിൽ സെൻറ്റർ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. സിബ് വെച്ച് അടിക്കാൻ വേണ്ടിയിട്ടാണത്. ഇതാക്കൽ കഴിഞ്ഞു. ഇനി 1 ഇഞ്ച് വീതിയിലാണ് നമ്മൾ അതിൻ്റെ ഹൈനെക്കിന് കോളർ പിടിപ്പിക്കുന്നത്. 1 ഇഞ്ച് ക്യാൻവാസിൽ നമ്മൾ വരച്ചെടുക്കുകയാണ്. ഉണ്ടാവും ഇങ്ങനെ 1 ഇഞ്ച് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു 10 ഇഞ്ച് നീളത്തിൽ നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് ഹൈനെക്കിൻ്റെ കോളർ പിടിപ്പിക്കാനുള്ള ക്യാൻവാസ്. അങ്ങനെ കട്ട് ചെയ്തെടുത്തു.
കട്ട് ചെയ്തു, തുണിയും കട്ട് ചെയ്തു. നമുക്ക് ക്രോസാണ് ബാക്ക് കൈക്കുഴിയിൽ പിടിപ്പിക്കാനായിട്ട് ക്രോസ് കട്ട് ചെയ്തെടുക്കണം. അതോടുകൂടി നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഇതിൻ്റെ കട്ടിങ്ങാണ് കഴിഞ്ഞിട്ടുള്ളൂ. തയ്ക്കുന്നത് ഞാൻ നാളെ പാർട്ട് 1 ആയിട്ട് ഇടാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ 2 പീസ് തുണി 2 കൈക്കുഴിയിലേക്കും എടുക്കണം നമുക്ക്. ഉണ്ടോ, ഇതുപോലുള്ള ഒരു ഫ്രോക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ.